ഈ ക്വസ്റ്റ്യൻ നോക്കാം. എ പ്രോട്ടോൺ വിത്ത് കൈനറ്റിക് എനർജി 1.3384 into 10 raised to minus 14 joules moving horizontally from north to south enters a uniform magnetic field B 2 millitesla directed eastward. Calculate speed of the proton etc. ഓക്കെ, നമുക്കൊന്ന് വരച്ച് നോക്കാം അല്ലേ. പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എന്താണ് പ്രോട്ടോൺ അല്ലേ. ഒരു പ്രോട്ടോൺ ഉണ്ട്. പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളാണ്. അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നോർത്തിൽ നിന്ന് സൗത്തിലോട്ട്. നോർത്ത് ഇവിടെയും സൗത്ത് ഇവിടെയാണല്ലോ. നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് മൂവ് ചെയ്യുകയാണ് വിത്ത് കൈനറ്റിക് എനർജി. കെ എന്ന് എഴുതിക്കോട്ടെ. കൈനറ്റിക് എനർജി 1.3384 into 10 raised to minus 14 joules. ഇത്രയും കൈനറ്റിക് എനർജിയിൽ ഒരു പ്രോട്ടോൺ നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ക്ലിയർ ആയല്ലോ. അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ചൊരു മാഗ്നറ്റിക് ഫീൽഡ് വന്നു. മാഗ്നറ്റിക് ഫീൽഡ് ഈസ്റ്റ് വേർഡ് ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള ഒരു റീജിയനിലോട്ട് എൻ്റർ ചെയ്തു. മാഗ്നറ്റിക് ഫീൽഡ് ഈസ്റ്റ് ഡയറക്ഷനിലാണ്. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ടുവേഡ്സ് ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡുള്ള ഒരു റീജിയനിലോട്ട് എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ ഡയറക്ഷൻ മാറും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് എൻ്റർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഈ പിക്ചർ കണ്ടാൽ മനസ്സിലാവുമല്ലോ. പെർപെൻഡിക്കുലർ 90 ഡിഗ്രിയിലാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രോട്ടോണിൻ്റെ സ്പീഡാണ് ആദ്യം കാണാൻ പറഞ്ഞിരിക്കുന്നത്. അതിന് ശേഷമുള്ള കാര്യം അത് കഴിഞ്ഞിട്ട് നോക്കാം. ഈ പ്രോട്ടോൺ എത്ര സ്പീഡിലാണ് താഴേക്ക് സൗത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അത് എളുപ്പമാണ്. അതിന് മാഗ്നറ്റിക് ഫീൽഡൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കറിയാം കൈനറ്റിക് എനർജി കാണാനുള്ള ഫോർമുല എന്താണ്? കൈനറ്റിക് എനർജി കാണാനുള്ള ഫോർമുല 12 mv² ആണ്. പഠിച്ചിട്ടില്ലേ? 12 mv²ൽ എം എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെ മാസ്സാണ്. പ്രോട്ടോണല്ലേ മൂവ് ചെയ്യുന്നത്. എം എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെ മാസ്സാണ്. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും. വി എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെ സ്പീഡാണ്. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം ഫസ്റ്റ്. അതറിയാമല്ലോ. അപ്പോൾ 2k = mv². ഒന്നുകൂടി അറേഞ്ച് ചെയ്യുമ്പോൾ v² = 2k/m. അപ്പോൾ ഒന്നുകൂടി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? v = √2k/m എന്ന് കിട്ടും അല്ലേ. അത് മനസ്സിലായല്ലോ അല്ലേ. v = √2k/m എന്ന് കിട്ടും. എന്നാൽ ഞാൻ വാല്യൂസ് എല്ലാം ഇട്ട് കൊടുക്കാൻ പോവാണേ. √2 × k. k എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയാണ്. അതിവിടെ തന്നിട്ടുണ്ട്. പ്രോട്ടോണിൻ്റെ കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട്. അത് എഴുതാൻ പോവാണ്. 1.3384 into 10 raised to minus 14 all divided by m. m എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെ മാസ്സാണ് അല്ലേ. അത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും. പ്രോട്ടോണിന് എന്ത് മാസ് ഉണ്ടാവും എന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. അത് നോക്കിയിട്ട് ഞാനിവിടെ എഴുതാണ്. 1.67 into 10 raised to minus 27. കാൽക്കുലേഷൻ ഞാൻ സ്കിപ്പ് ചെയ്യാണ്. ഇത് ചെയ്തു വരുമ്പോൾ v = നല്ല ആൻസർ വരുന്ന രീതിയിലായിരിക്കും നമ്പറുകൾ തരുള്ളൂ. അതുകൊണ്ട് പേടിക്കേണ്ട. ചെയ്തു വരുമ്പോൾ നമുക്ക് v = 4 × 10 raised to 6 കിട്ടും. കാൽക്കുലേഷൻ ഞാനിവിടെ പറയുന്നില്ല. ഓക്കെ, മീറ്റർ/സെക്കൻഡ് വരും. അപ്പോൾ ആദ്യത്തേതിൻ്റെ ആൻസർ റെഡി ആയിട്ടുണ്ട്. സ്പീഡ് ഓഫ് ദ പ്രോട്ടോൺ എത്രയാണ്? 4 × 10 raised to 6 മീറ്റർ/സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സലറേഷൻ ഓഫ് ദ പ്രോട്ടോൺ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ആക്സലറേഷൻ ഓഫ് ദ പ്രോട്ടോൺ. നമുക്കറിയാം ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ നേരെ പോവില്ല. പകരം ഇതവിടെ ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. സർക്കുലർ മോഷനിലായിരിക്കും പിന്നെ മൂവ് ചെയ്യുക. കണ്ടില്ല ഇങ്ങനെ. മനസ്സിലായല്ലോ? അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ മാറിയിട്ട് അതേ സ്പീഡിൽ തന്നെ പോവും. പക്ഷേ ഒരു റൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് പ്രത്യേകത. എത്ര സ്പീഡിലാണോ വന്നത് അത്രയും സ്പീഡിൽ തന്നെ ഇവിടെ കിടന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ.
ഇത് റൗണ്ട് അടിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് വരച്ചേക്കട്ടെ. ഇങ്ങനെ വന്ന ആൾ ഇങ്ങനെ ഇടുന്ന് റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. പ്രോട്ടോൺ ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ റൗണ്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ദർ ഈസ് എ ഫോഴ്സ് ടുവേർഡ്സ് സെൻറ്ററിലോട്ട് എവറി ടൈം ഒരു ഫോഴ്സ് ഉണ്ട്. ഈ സെൻട്രിപീറ്റൽ ഫോഴ്സ് എന്നും പറയും നമ്മൾ ഇതിനേട്ടോ. ഈ ഫോഴ്സ് ഉള്ളത് കൊണ്ട് നേരെ പോകാൻ സാധിക്കാതെ റൗണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. ആ ഫോഴ്സ് കാണാനായിട്ട് നമുക്ക് ഫോർമുല ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ആക്സിലറേഷൻ ഉണ്ടല്ലോ, സർക്കുലർ മോഷനിൽ പോയി കഴിഞ്ഞാൽ അതിന് ആക്സിലറേഷൻ ഉണ്ട്. അപ്പോൾ ആക്സിലറേഷൻ കാണാനുള്ള ഫോർമുല വളരെ സിമ്പിൾ ഫോർമുല പറഞ്ഞേട്ടെ. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു F/m. ആക്സിലറേഷൻ ഈക്വൽ ടു F/m വരും. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് ആക്സിലറേഷൻ ഈക്വൽ F/m വന്നതിൽ എഫ് എന്ന് പറഞ്ഞ ഫോർമുല എന്താണെന്ന് അറിയാമോ? എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഓൺ ദ ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. ഫോഴ്സ് ഓൺ ദ ചാർജ്ഡ് പാർട്ടിക്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഓർത്ത് വയ്ക്കുക. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണല്ലോ ഈ എഫ് അല്ലേ. ആ എഫ് കാണാനുള്ള ഫോർമുല QVB sin θ, ഇങ്ങനൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഈ എഫ് ഉള്ളത് കൊണ്ടാണ് ഇത് സർക്കുലർ മോഷൻ ആയത്. ഈ എഫ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫോഴ്സ് ആണ്, മാഗ്നറ്റിക് ഫീൽഡിൽ എൻ്റർ ചെയ്തത് കൊണ്ടുണ്ടായ ഫോഴ്സ്. അപ്പോൾ ആക്സിലറേഷൻ ഫോഴ്സ് ബൈ മാസ് ആണ് അല്ലേ, അതറിയാമല്ലോ. അപ്പോൾ QVB sin θ/m. അതിൽ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 90 ഡിഗ്രിയാണ് കേട്ടോ തീറ്റ. ആ എൻ്റർ ചെയ്ത ആംഗിൾ അത്രയും പറഞ്ഞാൽ മതി. തീറ്റ എന്ന് പറഞ്ഞാൽ എത്ര ആംഗിളിലാണ് ഇത് എൻ്റർ ചെയ്തത്? 90 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇതിൽ ഈ Q/m ഇല്ലേ, Q/mൻ്റെ വാല്യൂ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, വായിച്ചു നോക്കിയാൽ. Q/mൻ്റെ വാല്യൂ 1 × 10⁻⁸ തന്നിട്ടുണ്ട്. Q എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് ദ പ്രോട്ടോൺ, M എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ പ്രോട്ടോൺ. ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ദ പ്രോട്ടോൺ ഗിവൺ അല്ലേ. Q/m എന്ന് പറഞ്ഞാൽ 1 × 10⁸ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എഴുതാം 1 × 10⁸. ഇനി V ആണല്ലേ. V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, സ്പീഡ്. V എന്ന് പറഞ്ഞാൽ 4 × 10⁶. ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, 4 × 10⁶. ഇനി മാഗ്നറ്റിക് ഫീൽഡ്, B എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡാണ്. അത് 2 മില്ലി ടെസ്ല, കണ്ടില്ലേ, 2 മില്ലി ടെസ്ല. 2 × 10⁻⁻3. sin 90 1 ആയതുകൊണ്ട് അത് എഴുതുന്നില്ല അല്ലേ. sin 90 1 ആയതുകൊണ്ട് ഞാനത് എഴുതുന്നില്ല. അപ്പോൾ ഒരു മിനിറ്റ്, അപ്പോൾ എന്ത് വരും ഇതിൻ്റെ ആൻസർ? അപ്പോൾ ഇത് ചെയ്തു വരുമ്പോൾ ആക്സിലറേഷൻ ഞാനിവിടെ എഴുതിക്കോട്ടെ. കാൽക്കുലേഷൻ ഞാൻ പറയില്ല കേട്ടോ, കാൽക്കുലേഷൻ പറയില്ല. 8 × 10⁻11 m/s² ആണ് ആക്സിലറേഷൻ. സർക്കുലർ മോഷനിൽ കറങ്ങുന്ന ഒരു ഒബ്ജക്റ്റിന് ആക്സിലറേഷൻ ഉണ്ട്. സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ എന്നാണ് നമ്മളതിനെ പറയാം. ഇത് സർക്കുലർ മോഷനിൽ കറങ്ങുന്നത് കൊണ്ട് എന്തുണ്ട്? റേഡിയസും കാണും, ശരിയല്ലേ. ഇതിനൊരു റേഡിയസ് ഉണ്ടായിരിക്കുമല്ലോ. ആ റേഡിയസ് കാണാനായിട്ട് ഒരു ഫോർമുല ഉണ്ട്, പഠിച്ചിട്ടുണ്ടോ? നിർബന്ധമായിട്ട് ബൈ ഹാർട്ട് ആക്കേണ്ട ഫോർമുലയാണ് കേട്ടോ അത്. mv/qb ആണ്. ആ ചാർജ് സർക്കുലർ മോഷനിലാണല്ലോ, ഇപ്പോൾ റേഡിയസ് കാണുമല്ലോ, അത് mv/qb ആണ്. അതുപയോഗിച്ചാൽ 3rd ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടും, റേഡിയസ് ഓഫ് ദ പാത്ത് ഓഫ് ദ പ്രോട്ടോൺ. അതിൽ ഈ m/qനെ നമുക്കൊരു കാര്യം ചെയ്യാൻ വേണമെങ്കിൽ Q/m ഇവിടെ തന്നിട്ടുണ്ട്, വായിച്ചു നോക്കി. Q/m ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ m/q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q/mൻ്റെ റെസിപ്രോക്കലായിട്ട് നമുക്ക് എഴുതിക്കൂടെ. Q/mൻ്റെ റെസിപ്രോക്കലാണ് ഈ m/q. അപ്പോൾ m/qനെ 1/1 × 10⁻⁸ എന്ന് എഴുതാം. ഇനി V ഉണ്ടല്ലേ, V എന്ന് പറഞ്ഞാൽ 4 × 10⁻⁶. ഇനി B ഉണ്ട്. B എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് 2 മില്ലി ടെസ്ല, 2 × 10⁻⁻3. ഇപ്പോൾ ചെയ്തു വരുമ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരുമെന്ന് പറയാമോ? ഇതിൻ്റെ ആൻസർ 20 മീറ്റർ ആയിരിക്കും ആൻസർ വരുന്നത്. ഈ പ്രോബ്ലം ക്ലിയർ ആയല്ലോ അല്ലേ?